ഒരു മുറി തേങ്ങ, അത് കൊട്ട കഴിഞ്ഞത് പോലും നമുക്ക് എടുക്കാം. കൊട്ട കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ തയ്യാറാക്കണമെങ്കിൽ നല്ല വെള്ളം വറ്റാത്ത തേങ്ങ വേണമെന്ന്, അല്ലെങ്കിൽ ഇളഞ്ഞീനായിട്ടുള്ള വിളവ് കുറഞ്ഞ തേങ്ങ വേണമെന്ന്. അതൊന്നും അല്ല കേട്ടോ ഇതിന് പറ്റിയത്. നമുക്ക് ഏത് തേങ്ങ എടുക്കുക, നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ചറ്റമ കുടുങ്ങാതെ അത് ഉണ്ടായിട്ട് കൊട്ടനായിട്ട് ഇങ്ങോട്ട് വന്നാൽ പോലും അത് പൂണ്ടെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്ത് ചിരകിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കൊട്ട കഴിഞ്ഞ തേങ്ങയാണെങ്കിൽ അത് ചിരകാൻ പറ്റൂല, നമുക്കിങ്ങനെ പൂണ്ടിട്ടിട്ട് ഇത് തയ്യാറാക്കാം. പിന്നെ ഇത് തയ്യാറാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രുചി കിടക്കുന്നത് എന്നല്ലാതെ തേങ്ങൻ്റെ വിളവ് കാര്യം അതിൻ്റെ ഒന്നും കിടക്കണില്ല. നമ്മളിത് എന്താണോ ഇതിൽ ചേർക്കുന്നത്, എങ്ങനെ തയ്യാറാക്കണം, അതിനനുസരിച്ചാണ് നമ്മൾ ഒരു ഡ്രിങ്ക് സൂപ്പറായി മാറുന്നത്. അപ്പോൾ ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ ഫ്രൂട്ട്സോ ഒന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ ചിലവുമാണ്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തായാലും കറിക്കെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവും. നമ്മൾ ആട്ടാൻ മാത്രമേ പറ്റുള്ളൂ, അത് ഉണങ്ങിയ തേങ്ങയാണ്, ഇനിയിപ്പോൾ ഒന്നിനും പറ്റൂല, കൊട്ട കഴിഞ്ഞു, കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് തേങ്ങ ഒക്കെ നമുക്കിതിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുറി തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുക്കണ്ടേ. ഈത്തപ്പഴം ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നന്ന്. പക്ഷെ ഞാനിത് വെള്ളത്തിടാൻ മറന്നു പോയി. ഞാനിത് ഇപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ സമയത്താണ് ഞാൻ കഴുകി വെള്ളത്തിട്ട് വെറും 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളത് വെള്ളത്തിലായിട്ട്. ഏതായാലും ഇത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു കുരുണ്ടല്ലോ, കുരുവൊക്കെ കളയാം. എന്നിട്ട് ഒരുപാട് ചീന്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെറിയ ചെറിയ പകുതി ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിലിട്ട വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് ഈ ഒരു ഈത്തപ്പഴം അതെന്തായാലും നിങ്ങൾ ചേർക്കണം. പിന്നെ ഇത് നിർബന്ധമായിട്ടും ചേർക്കണം എന്ന് പറയാനുള്ള കാരണം ഇത് നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് പറയാമല്ലോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിന് പ്രത്യേക രുചിയും ഒരുപാട് ഹെൽത്തിയൊക്കെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് കിട്ടാനുള്ളൊരു സാധനമാണ് ഈ ഒരു ഈത്തപ്പഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളി, ഈത്തപ്പഴം ചേർക്കുക. പിന്നെ ഇതിന് നമുക്ക് നല്ലൊരു രുചി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു കഷ്ണം ഇഞ്ചി. ഇപ്പോൾ നോമ്പല്ലേ, എന്തായാലും നമ്മൾ ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുക്കുക. അതുപോലെ തന്നെയാണ് വലിയൊരു സംഭവമാണ്. വലിയ വില ഇല്ലെങ്കിലും ഇത് നല്ലൊരു നമ്മളെ ഡ്രിങ്കിനെ മാറ്റി മറിക്കുന്ന രുചി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പുതിനയില. അത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളി. ഇത് കൂടുന്നത്തോളം ടേസ്റ്റ് കൂടുകയുള്ളൂ. എന്ന് വിചാരിച്ചാൽ ഒരുപാടായ കുത്ത് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര പിടിയോളം എടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ രുചി നല്ല ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇടലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണതാ ഏലക്കായാണ്. ഏലക്കായ നിങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ച ഏലക്കായൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടി എടുത്താൽ മതി. പക്ഷെ നമ്മളിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണോണ്ട് തന്നെ പൊടിയൊന്നും എടുക്കേണ്ട. നമ്മളെ വീട്ടിലുണ്ടാകുന്ന നല്ല കുരുള്ള ഏലക്കായ ഇതാ 2-3 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്, 1-2 ചേരുവകളൂടെ ചേർക്കുന്നുണ്ട്. അതേതായാലും നമുക്ക് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന തന്നെയാണ്, ഒരു ടെൻഷനും വേണ്ട. ഇപ്പം നമ്മളിതിൽ ചേർത്തതൊക്കെ നമ്മളെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡ്രിങ്കാണ് മക്കളെ. അപ്പോൾ ഏതായാലും അതെല്ലാം കൂടി ഞാൻ ആ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1.5 കുഞ്ഞിക്കൈയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ പഞ്ചസാര ഇങ്ങനെ ചേർത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈത്തപ്പഴം ചേർക്കാതെയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 കുഞ്ഞിക്കൈയിൽ പഞ്ചസാരയൊക്കെ വേണ്ടി വരും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ഐസ് വെള്ളം ഒഴിച്ചിട്ടാണ് അത് അടിച്ചെടുക്കണത്. നമ്മൾ ഇതുപോലുള്ള ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ആദ്യമേ ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയാണ് പിന്നെ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇത് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പായതുകൊണ്ട് ഞാൻ ഐസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തൂക്കാപാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് കട്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടണില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇതിലേക്ക് തള്ളിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കട്ടയാണ് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഒരു വെള്ളം അങ്ങോട്ട് ഒഴിക്കട്ടെ. നല്ല ചൂടുകാലല്ലേ, ഒരു 2 മിനിറ്റ് പുറത്ത് വെക്കുമ്പോഴേക്കും ഈ തൂക്കാത്തരത്തുനിന്ന് എന്തായാലും ഐസ് പുറത്തേക്ക് വരും. നമുക്ക് ഒരു തട്ടിയാൽ തന്നെ കിട്ടും. പിന്നെ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാമല്ലോ. ഐസ് ക്യൂബ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ തേങ്ങ, ഏലക്ക, ഇഞ്ചി, ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് അരിയാൻ പാകത്തിന്. അതുപോലെ തന്നെ ഈത്തപ്പഴം ഞാൻ വെള്ളത്തിടാൻ വൈകിയതുകൊണ്ട്
കുറച്ച് ബുദ്ധിമുട്ടാവും അരിഞ്ഞ് കിട്ടാൻ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ച് പോലുള്ള ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചമ്പിളിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇത് കുറച്ച് മുമ്പ് വെള്ളത്തിട്ടോലെ നല്ല ഉറപ്പുള്ളൊരു ഈത്തപ്പഴമാണ്. അപ്പോൾ ഏതായാലും ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടില്ല നിങ്ങൾ, ഈത്തപ്പഴം ശരിക്കും അടിഞ്ഞിട്ടില്ലല്ലോ. അതെന്താ അറിയുക, കാരണം ഞാൻ പറഞ്ഞില്ല അതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പക്ഷേ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് തുണികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരിച്ച് പിഴിഞ്ഞെടുത്താൽ മതി. അതല്ല ഇതുപോലെ നല്ല കണ്ണി അടുപ്പുള്ള അരിപ്പുണ്ടെങ്കിൽ അതിൽ തന്നെ ആയാൽ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇത് കൈകൊണ്ടൊന്നും ഞാൻ തുടരണില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഈത്തപ്പഴം ശരിക്കും അടിഞ്ഞിട്ടില്ല. അതുമല്ല ഇതിൽ ഇനി ഒരുപാട് അടിഞ്ഞ് കിട്ടാണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. നമ്മളെ വീട്ടിലിപ്പോൾ ഒരു നോമ്പ് തുറ ഉണ്ടെന്ന് വെച്ചോളി. നോമ്പ് തുറ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്നും അധികം ആളുകളും ഒരേ ഡ്രിങ്ക് ആയിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ അധികം ആളുകൾ എന്താ ചെയ്യുക, ബത്തക്ക ജ്യൂസ്, അതല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെയൊക്കെയല്ലേ തയ്യാറാക്കുക. പക്ഷേ അതൊക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും അതിനൊക്കെ ഒരുപാട് ചിലവുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കക്കരിക്ക് അടിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് പാലിൻ്റെ ആവശ്യമുണ്ട്. ഒരു പാക്കറ്റ് പാലിട്ടാണ് ഒരുപാട് പൈസയും വേണം. പക്ഷേ നമ്മളെ വീട്ടിൽ ഇനിയിപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ആളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ പോലും ഒരു 2 തേങ്ങ കൊണ്ട് നമുക്കത് അടിച്ചെടുത്താൽ ഉഷാറായിട്ട് ഒരു പറയാൻ പറ്റാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം ഇതിൽ ഇഞ്ചി, ഏലക്ക, പുതിനല, ഈ 3 സംഭവം ഉണ്ടല്ലോ. അല്ലാതെ ഈത്തപ്പഴത്തിനും ക്യാരറ്റും പ്രത്യേകിച്ചൊരു രുചിയൊന്നും കൊടുക്കണില്ല. അതിൻ്റേതായിട്ടുള്ള രുചി ഉണ്ടാവും. പക്ഷേ ഏലക്ക, പുതിനല, ഇഞ്ചി, ഈ 3 സംഭവവും ഈ ഒരു ഡ്രിങ്കിനെ മാറ്റി മറിച്ചിട്ട്, പിന്നെ ഇതിന് ആ ഒരു ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി കളറും, ക്യാരറ്റിൽ ഈത്തപ്പഴം കൂടെ ചേർന്നുകൊണ്ട് ശരിക്കും ഒരു യെല്ലോ കളർ അല്ലേനും, എന്നാലും നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ജ്യൂസ്, ഒരു ഡ്രിങ്ക് നമ്മൾ വലിയൊരു കല നിറച്ചുണ്ടാക്കണേ 2-3 തേങ്ങ മതിയാവും. അപ്പോൾ നമുക്ക് ചിലവും കുറവാണ്. എന്നാലോ നോമ്പ് തുറക്കാൻ വരുന്നവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ കുടിച്ച് നോക്കാതെ ഇതെന്തിൻ്റെ ജ്യൂസാന്ന് ചോദിക്കും, ആ രീതിയിലാണ്. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ നോമ്പ് തുറന്നില്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഇതിൽ നമ്മൾ ഈത്തപ്പഴം നമ്മളെ ശരീരത്തിന് നോമ്പ് നോക്കുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് ഈത്തപ്പഴം. അതുപോലെ തന്നെ ക്യാരറ്റ്, എല്ലാം കൊണ്ടും എല്ലാം ഉഷാറാണ്. അധികം ആളുകളുണ്ട് പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത്. ഇത് നമുക്ക് കാലിവയറ്റിൽ പോലും കുടിക്കാം. ഈ പൈനാപ്പിൾ ജ്യൂസൊന്നും കാലിവയറ്റിൽ നമുക്ക് കുടിക്കാനേ പാടില്ല. ഇത് നമുക്ക് കാലിവയറ്റിൽ വയറ് നിറയെ കുടിക്കാൻ പറ്റുന്ന, അതും വെറൈറ്റി ടേസ്റ്റും, ചിലവാണെങ്കിലും വല്ലാതെ ഇല്ലേനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.